സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് അവസാന ആഴ്ചയിൽ ചില നിർണായകമായ ട്രാൻസ്ഫറുകളൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം. കഴിഞ്ഞ ആഴ്ച നടന്ന 3 സിഗ്നിഫിക്കൻ്റ് ആയ ട്രാൻസ്ഫറുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഈ 3 ട്രാൻസ്ഫറുകൾ എന്ന് പറയുന്നത്, ഒന്ന് ജാവോ ഫെലിക്സിൻ്റെ ചെൽസിയിലേക്കുള്ള തിരിച്ചുവരവാണ്. അദ്ദേഹം മുമ്പ് ലോണിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഗുണ്ടോവൻ്റെ തിരിച്ചുവരവ്, അതായത് തറവാട്ടിലേക്കുള്ള മടക്കം എന്നൊക്കെ പറയാം. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിൽ വീണ്ടും ഗുണ്ടോവൻ വന്ന് കളിക്കുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബാഴ്സലോണയിൽ ആ രീതിയിൽ പ്രതീക്ഷയോടെ പോയൊരു താരമാണ്. എന്തായാലും അദ്ദേഹം വീണ്ടും പെപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ട്രാൻസ്ഫർ മിക്കേൽ മെരീനോയുടെ ട്രാൻസ്ഫറാണ്. സ്പാനിഷ് മിഡ്ഫീൽഡർ ആർസണലിൻ്റെ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്കിത് വിശദമായി തന്നെ നോക്കാം. ജാവോ ഫെലിക്സിന്റെ ചെൽസിയിലേക്കുള്ള ഒരു മടക്കം അതിപ്പം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ജാവോ ഫെലിക്സിനെ സൈൻ ചെയ്യേണ്ടതുണ്ടോ, ഇതൊരു മോശം തീരുമാനമല്ലേ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ചില ആളുകൾ അല്ലെങ്കിൽ ചില വിദഗ്ധരൊക്കെ ഇത് പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വരും എന്നുള്ളത് ആണ് ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ ജാവോ ഫെലിക്സ് 2022-23 സീസണിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചതാണ്. 6 മാസം ലോണിൽ കളിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന്. സിമിയോണിക്ക് അനഭിമിതനായതിനെ തുടർന്നാണ് ജാവോ ഫെലിക്സ് ഇങ്ങനെ ലോണിൽ പോകാൻ തുടങ്ങിയത്. അതിൻ്റെ ആദ്യ പടിയായിട്ട് 6 മാസത്തോളം ചെൽസിയിൽ കളിച്ചിരുന്നു. പക്ഷെ അന്ന് ചെൽസി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലായിരുന്നു, പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് എക്സൽ ചെയ്യാൻ പറ്റിയില്ല. വേണ്ടത്ര രീതിയിലുള്ളൊരു പെർഫോമൻസ് ഫെലിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ചെൽസി അദ്ദേഹത്തെ കീപ്പ് ചെയ്തില്ല, അതായത് പെർമനന്റ് ഡീലിലേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. പിന്നെ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി 1 വർഷത്തോളം ലോണിൽ കളിച്ചു. പക്ഷേ ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണെങ്കിലും ആദ്യമൊക്കെ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തെങ്കിലും പിന്നീട് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഫെലിക്സിന് സാധിച്ചില്ല. അപ്പം പൊതുവേ ഒരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്ന ഒരു ടീമാണ് ചെൽസി ഇപ്പം നിലവിൽ. അവരൊന്ന് പാകപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കോച്ചുമാരെ മാറ്റുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഇൻകൺസിസ്റ്റന്റ് നേച്ചറുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിൽ കളിക്കാൻ പറ്റാത്ത, സ്ഥിരതയില്ലാത്തൊരു പ്ലെയറെ കൊണ്ടുവരുന്നത് എത്രത്തോളം ഗുണകരമാകും എന്നതാണ് ചോദ്യം. കാരണം ജാവോ ഫെലിക്സിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ല് അല്ലെങ്കിൽ കേപ്പബിലിറ്റി അതൊന്നും ആർക്കും ഒരു സംശയമില്ല. മികച്ച യങ് പ്ലെയറായി ബെൻഫിക്കയിലൂടെ വളർന്നു വന്ന താരമാണ്. ഗോൾഡൻ ബോയ് അവാർഡൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരു മെച്യൂർ പ്ലെയറായി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ആ ഒരു ടാലന്റിനോട് നീതി പുലർത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പലപ്പോഴും ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയുള്ള പെർഫോമൻസ് ആണ് ജാവോ ഫെലിക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ഒരു മൂഡി പേഴ്സൺ എന്നുള്ള രീതിയിൽ ചില ദിവസങ്ങളിൽ ഒരു ലോകോത്തര താരത്തിൻ്റെയൊക്കെ പോലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. അല്ലെ അതിൻ്റെ ചില ഗ്ലിംസസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഇപ്പം സീസണിൻ്റെ തുടക്കത്തിലൊക്കെ നല്ല എനർജി ആയിരിക്കും, പിന്നീട് ആ എനർജി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയറെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നിലവിലെ ചെൽസി സ്ക്വാഡിൽ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ എൻസോ മറസ്ക പറഞ്ഞു 45 അംഗ സ്ക്വാഡൊന്നും അല്ല, എൻ്റെ പ്രൊജക്റ്റിൽ 25 പേരേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട്, ഒരു ക്ലിയർ വിഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എങ്ങനെ ഒരു ഫോർമേഷൻ കൊണ്ടുവരും, കാരണം ജാവോ ഫെലിക്സിനെ പോലെ തന്നെ അതേ രീതിയിൽ കളിക്കാൻ പറ്റുന്ന നിരവധി താരങ്ങൾ ഫ്രണ്ട് ലൈനിൽ ചെൽസിക്കുണ്ട്. മുദ്രിക്കും മധുവേക്കയും കോൾപാമറും എങ്കുങ്കും എല്ലാം ആ ലെവലിലുള്ള പ്ലെയേഴ്സാണ്. പിന്നെ നെറ്റോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ജാവോ ഫെലിക്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഏത് മികച്ച പൊസിഷനിൽ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ പൊസിഷനിൽ എങ്ങനെ കളിപ്പിക്കുക, എങ്ങനെ നല്ലൊരു ഫോർമേഷൻ കൊണ്ടുവരിക, ഒരു സിസ്റ്റം കൊണ്ടുവരിക, ഇതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും നിർണായകമാകുന്നത്. ഇപ്പോൾ ജാവോ ഫെലിക്സിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലും ലെഫ്റ്റ് വിങ്ങറായിട്ടൊക്കെ കളിക്കാൻ പറ്റും. ഫാൾസ് നൈൻ്റെ റോളിലും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഗോൾ നേടാനൊക്കെ മിടുക്കനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂരിറ്റിക്ക് ടൈമായി. കാരണം ഇത്തവണ കിട്ടുന്നത് അദ്ദേഹത്തിനൊരു ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ പറയാം. കാരണം ഇനിയും ഈ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു തിരിച്ചടിയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൽക്കൈ ഗുണ്ടോവന്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. എന്തായാലും ബാഴ്സലോണയിൽ വലിയ ആഗ്രഹത്തോടെയൊക്കെയാണ് അദ്ദേഹം പോയത്. കാരണം വളരെ സക്സസ്ഫുൾ ആയുള്ള ഒരു കരിയറിന് ശേഷം, സിറ്റിയിലെ ഒരു സക്സസ്ഫുൾ ആയുള്ള കരിയറിന് ശേഷം ഒരു പുതിയ ചാലഞ്ച് എന്നുള്ള രീതിയിലും പിന്നെ തൻ്റെ ബാല്യകാല സ്വപ്ന ക്ലബ്ബ് എന്നുള്ള രീതിയിലൊക്കെയാണ് ബാഴ്സലോണയിലേക്ക് പോയത്. പക്ഷേ കാര്യങ്ങളൊന്നും അവിടെ അനുകൂലമായില്ല എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം സീസണിൽ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. കഴിഞ്ഞ സീസണിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കൊണ്ടുപോകാൻ കാഴ്ചവെച്ചത്. പക്ഷേ ഫിനാൻഷ്യൽ പ്രോബ്ലമും അറിയാലോ, ബാഴ്സലോണയിലെ പ്രോബ്ലം, ഡാനി ഓൾമെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഗുണ്ടോവൻ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗുണ്ടോവൻ സിറ്റിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് ഇത് നല്ല ഒരു ബൂസ്റ്റായ കാര്യമാണ്. കാരണം അവർക്കൊരു അഡ്വാൻറ്റേജ് ആയ കാര്യം തന്നെയാണ്. അതിനൊപ്പം ഗുണ്ടോവനും
കാരണം സിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്ലെയറാണ് ഇൽക്കൈ ഗുണ്ടോവൻ. കാരണം അദ്ദേഹം പെപ് ഗാർഡിയോളയുടെ ഒരു അരുമ ശിഷ്യനാണ്. അദ്ദേഹം എന്താണോ മനസ്സിൽ കാണുന്നത് അതിനനുസരിച്ച് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ലെജൻഡറി ആയ പ്ലെയറാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഗുണ്ടോവൻ്റെ പെർഫോമൻസും നേട്ടവും ഒക്കെ സിറ്റിക്കൊപ്പം. അദ്ദേഹം 300-ലധികം മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചതാണ്. അപ്പം ഇപ്പം പുതിയൊരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരുപാട് യുവ പ്ലെയേഴ്സ് അല്ലെങ്കിൽ യങ് പ്ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു ഓറിയന്റേഷൻ കൊടുക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും ഒരു ഗൈഡ് ലൈൻ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ആയുള്ള ഒരു പ്ലെയറാണ് ഇൽക്കൈ ഗുണ്ടോവൻ. അതുകൂടാതെ തന്നെ ഇപ്പം മിഡ്ഫീൽഡിലാണെങ്കിൽ റോഡ്രിക്കും ഡിബ്രൂയിനയ്ക്കും അവരുടെ വർക്ക് ലോഡ് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും ഗുണ്ടോവൻ വരികയാണ്. ഗുണ്ടോവൻ ശരിക്കും ഒരു ക്യാമിയോ റോളിൽ വന്നിട്ടോ അല്ലാതെയും ഫുൾ ടൈം കളിക്കാനൊക്കെ പറ്റിയ പ്ലെയറാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പുതിയൊരു ക്ലബ്ബിൽ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും ഒട്ടും മോശമായിരുന്നില്ല. 51 മത്സരങ്ങളിൽ നിന്ന് 14 അസിസ്റ്റും 5 ഗോളൊക്കെ ഗുണ്ടോവൻ്റെ സംഭാവനയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സിറ്റിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അൽവാരസും ഒക്കെ പോയ സ്ഥിതിക്ക് ഓസ്കാർ ബോബിന് പരിക്കുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സെൻട്രൽ പൊസിഷനിലൊക്കെ കളിച്ച് കൃത്യമായിട്ട് തന്നെ ആ ഒരു ടീമിനൊരു സപ്പോർട്ട് നൽകാൻ ഗുണ്ടോവന് സാധിക്കും. എന്തായാലും ഇതൊരു ബ്രില്യൻ്റ് ആയ സൈനിങ് ആണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇതിപ്പോൾ ഗുണ്ടോവനെ സംബന്ധിച്ചാണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചാണെങ്കിലും ഇതൊരു മികച്ച ഒരു നീക്കം തന്നെയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് ഫുട്ബോൾ ലോകത്ത് വളരെ സജീവമായി നിലനിന്നിരുന്നൊരു വാർത്തയാണ് മിക്കേൽ മെറീനോയുടെ ആഴ്സണലിലേക്കുള്ള ട്രാൻസ്ഫർ. എന്തായാലും അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മിക്കേൽ മെറീനോ ഇനി ആഴ്സണലിന് വേണ്ടി പന്ത് തട്ടും. 28-കാരനായ സ്പാനിഷ് മിഡ്ഫീൽഡർ മികച്ചൊരു പെർഫോമർ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ റയൽ സോസിഡാഡിന് വേണ്ടി നല്ല പെർഫോമൻസ് തന്നെ മിക്കേൽ മെറീനോ കാഴ്ചവെച്ചിരുന്നു. സുബിമെൻഡിക്കൊപ്പം നല്ലൊരു പെയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മിക്കേൽ മെറീനോയുടെ ഭാഗത്ത് നിന്ന്. മിക്കേൽ മെറീനോ ഒരു ഡീപ്പ് ലൈങ് മിഡ്ഫീൽഡറാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് വേഴ്സറ്റൈലായിട്ട് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഏരിയൽ എബിലിറ്റിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൂടാതെ തന്നെ ഗ്രൗണ്ട് ഡുവൽസ് ഒക്കെ വിൻ ചെയ്യാനും ബോൾ റിക്കവർ ചെയ്യാനൊക്കെ മിടുക്കനാണ് മെറീനോ ശരിക്കും ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറുടെ റോളിൽ ആഴ്സണലിൽ വന്നാൽ അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു കാൽക്കുലേഷനാണ് പൊതുവേ ഉള്ളത്. കാരണം ഗ്രാനിറ്റ് ഷാക്ക പോയതിന് ശേഷം ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ഒരാൾ കറക്റ്റായിട്ടില്ല. കാരണം നിലവിൽ ഇപ്പം ഡെക്ലാൻ റൈസ് ആണ് ആ റോൾ വഹിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഡെക്ലാൻ റൈസ് ബേസിക്കലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ അദ്ദേഹം സെൻട്രൽ പൊസിഷനിലാണ് കുറച്ചും കൂടെ ബേസിക്കലി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കേൽ മെറീനോയും ഡെക്ലാൻ റൈസും ഒഡേഗാർഡും കൂടി ചേരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് 3 മിഡ്ഫീൽഡിൽ ഉണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷൻ ആഴ്സണലിനുണ്ട്. പ്രത്യേകിച്ച് ഒഡേഗാർഡും മിക്കേൽ മെറീനോയും നേരത്തെ ഒരുമിച്ച് റയൽ സോസിഡാഡിൽ കളിച്ചിട്ടുണ്ട്. ഒരു സീസൺ അവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അതും ഒരു അനുകൂല ഘടകമാണ്. അതുകൂടാതെ തന്നെ മിക്കേൽ മെറീനോ പ്രീമിയർ ലീഗിൽ മുമ്പ് ന്യൂകാസലിന് വേണ്ടി ഒരു സീസൺ കളിച്ചിട്ടുണ്ട്. എന്തായാലും മിക്കേൽ മെറീനോയുടെ ഒരു ട്രാൻസ്ഫർ വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 32 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതൊരു എഫക്റ്റീവായുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫർ ആയിരിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു കാൽക്കുലേഷൻ. പ്രത്യേകിച്ച് ഇനിയിപ്പം പ്രീമിയർ ലീഗ് കൂടാതെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിനൊപ്പം തന്നെ മിഡ്ഫീൽഡും കൂടെ കൂടുതൽ ഒരു ഓപ്ഷൻസ് വരുമ്പോൾ ആഴ്സണലിന് അത് വലിയ ഒരു ഗുണം ചെയ്യും. കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. തോമസ് പാർട്ടയും ജോർജിനിയോയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ മിക്കേൽ മെറീനോയും ഒഡേഗാർഡും ഡെക്ലാൻ റൈസും ഒക്കെ ചേരുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു 3 ട്രാൻസ്ഫറുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അത് കൂടി രേഖപ്പെടുത്തുക. ഇപ്പം ഗുണ്ടോവൻ്റെ തിരിച്ചുവരവാണെങ്കിലും ജാവോ ഫെലിക്സ് ചെൽസിയിൽ എത്തിയതും മിക്കേൽ മെറീനോയെ ആഴ്സണൽ സൈൻ ചെയ്തതും എല്ലാം എങ്ങനെയിരിക്കുന്നു? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുകൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.